പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായിരുന്ന ലോഗൻ പോളിൻ്റെ കൈക്ക് ഇഞ്ചുറി പറ്റി എന്നുള്ള വിവരം WWE ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിലൂടെയാണ് വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ മെയിൻ ഇവൻറ്റിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്ന ടീമിനെതിരെ ലോഗൻ പോളും ഓസ്റ്റിൻ തിയറിയും ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുകയും സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനും സാധിച്ചു. എന്നാൽ ഈ മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് ഏഞ്ചലോ ഡോക്കിൻസിൻ്റെ ഒരു ഡൈവിംഗ് മൂവ് അത് ലാൻഡ് ചെയ്തത് ലോഗൻ പോളിൻ്റെ കയ്യിലേക്കായിരുന്നു. അങ്ങനെയാണ് വലിയൊരു പരിക്ക് പറ്റുന്നതും ഈ ഒരു ചാമ്പ്യൻഷിപ്പ് തന്നെ ലോഗൻ പോളിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള നടപടികളിലേക്ക് കാണുന്നതും. ഇപ്പോൾ ലോഗൻ പോളും WWEയും ഒരുമിച്ച് സംയുക്തമായിട്ട് പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ 6 മാസത്തോളം ലോഗൻ പോളിന് ഇനി മാറി നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ ഈ സോഷ്യൽ മീഡിയയിലൂടെ സംഭവിച്ച ഇഞ്ചുറിയെ സംബന്ധിച്ചുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ലോഗൻ പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു റിയൽ ഇഞ്ചുറി ആണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 6 മാസം ഒന്നും വേണ്ടി വരില്ല, ചിലപ്പോൾ അതിന് മുൻപ് തന്നെ ഒരു റിട്ടേൺ നടന്നേക്കാം. കാരണം WWE എപ്പോഴും ഒരു സമയം കൂടുതൽ പറയാറുണ്ട്. എന്തെങ്കിലും ഒരു കാരണവശാൽ അവർ പ്രതീക്ഷിച്ച സമയത്ത് ആ റെസ്ലറിനെ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു സമയം കൂടി എടുത്തിട്ടാണ് അവർ ഒരു 6 മാസമൊക്കെ പറയുന്നത്. ചിലപ്പോൾ അതിന് മുൻപ് ഒരു സർപ്രൈസ് റിട്ടേൺ ലോഗൻ പോളിന് കൊടുക്കാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവൻറ്റ്, ഇറ്റലിയിൽ വെച്ച് നടക്കുന്ന ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് മുൻ WWEയുടെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായിരുന്ന സാന്റിനോ മറേല എന്ന് പറയുന്ന റെസ്ലറിനെ ഒന്ന് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ WWE നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. കൂടാതെ സാന്റിനോ മറേല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ താരം ഇപ്പോൾ ഇറ്റലിയിലുണ്ട്. അപ്പോൾ WWEയുടെ ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ സാന്റിനോ മറേലയുടെ ഒരു റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. നിലവിൽ TNA റെസ്ലിംഗിൻ്റെ ഒരു അതോറിറ്റി ഫിഗറായിട്ടാണ് സാന്റിനോ നിറഞ്ഞു നിൽക്കുന്നത്. NXTയും TNA റെസ്ലിംഗും തമ്മിലുള്ള ആ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് NXTയിൽ സാന്റിനോ മറേല ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു അപ്പിയറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു മാച്ചിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാന്റിനോയുടെ റിട്ടേൺ WWE പ്രോഗ്രാമിലേക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു മെയിൻ റോസ്റ്റർ വിഭാഗത്തിലേക്ക് സാന്റിനോ കുറച്ചധികം നാളുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു റിട്ടേൺ ആയിരിക്കും, ആ ഒരു അപ്പിയറൻസ് ആയിരിക്കും ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടക്കാൻ പോകുന്നത് എന്നാണ് നമുക്കിപ്പോൾ റെസ്ലി വേർഡ്സിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സാന്റിനോ മറേലയുടെ ഫിനിഷർ നിങ്ങളിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ട്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്, ദ ബീസ്റ്റ് സാക്ഷാൽ ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ചുള്ളതാണ്. ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ സംബന്ധിച്ചൊരു രൂപം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും. അത് ബ്രോക്ക് ലെസ്നറിനെ ഇഷ്ടപ്പെടുന്നവരും ബ്രോക്ക് ലെസ്നറിനെ ഇഷ്ടപ്പെടാത്തവർക്കും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു രൂപം മനസ്സിലുണ്ട്. അങ്ങനെ ഫാൻസിനൊന്നും കൈ കൊടുക്കാത്ത, എല്ലാവരോടും രൂക്ഷമായ ഭാവത്തോടു കൂടി നിൽക്കുന്ന ഒരു വലിയൊരു ഫൈറ്റർ എന്നുള്ളൊരു രീതിയിലാണ്, വളരെ രൂക്ഷമായി ക്രൂരനായ ഒരു വ്യക്തി എന്നുള്ളൊരു രീതിയിലാണ് ബ്രോക്കിനെ എപ്പോൾ നമ്മൾ നോക്കിക്കാണാറുള്ളത്. എന്നാൽ അതിന് കുറച്ച് കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം ബ്രോക്ക് ആരാധകർക്കൊപ്പം ഇങ്ങനെ കൈ കൊടുക്കുന്ന രീതിയിലുള്ള ഫോട്ടോസോ വീഡിയോസോ അതൊന്നും നമുക്കങ്ങനെ സോഷ്യൽ മീഡിയയിൽ ലഭിക്കാറില്ല. അപൂർവമായിട്ടാണ് ബ്രോക്ക് പുറമേ വെച്ചിട്ട് ആരാധകരുമായിട്ട് കാണുന്നതും അവർക്ക് കൈ കൊടുക്കുന്നതും. ബ്രോക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു അടഞ്ഞ ഒരു രീതിയിൽ കുറച്ചും കൂടി ആളുകളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് കൊണ്ടുപോകാറുള്ളത്. എന്നാൽ ഇതേ ബ്രോക്ക് തന്നെ കാനഡ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചിട്ട് വലിയൊരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് നടത്തുകയുണ്ടായി. മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്ന് പറയുമ്പോൾ ഈ ഫാൻസിന് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഓട്ടോഗ്രാഫൊക്കെ സൈൻ ചെയ്തിട്ടുള്ള വസ്തുക്കൾ ബ്രോക്കിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കാൻ സാധിക്കും. അപ്പോൾ ബ്രോക്കിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സുവർണാവസരമായിരുന്നു ആരാധകർക്ക് കിട്ടിയത്. അത് ബ്രോക്ക് അപൂർവമായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇതിന് മുൻപൊന്നും ബ്രോക്ക് WWEന് വേണ്ടി പോലും ഇത്തരത്തിലുള്ള മീറ്റ് ആൻഡ് ഗ്രീറ്റ് നടത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബ്രോക്കിൻ്റെ ഇത്തരത്തിലുള്ള മീറ്റ് ആൻഡ് ഗ്രീറ്റ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് കാണാൻ വേണ്ടി വന്നത് 100-200 ആളുകളല്ല, അതിനേക്കാൾ കൂടുതലായിരുന്നു. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. കുറേയധികം ഫാൻസിൻ്റെ ഒപ്പം ബ്രോക്ക് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. റയറസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ആരാധകരെ പങ്കുവെക്കുന്നത്. കാരണം ബ്രോക്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരാളും ഇത്തരത്തിലുള്ള ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരാധകരെ സംബന്ധിച്ച് ബ്രോക്കിൻ്റെ ഇത്തരത്തിലുള്ള മീറ്റ് ആൻഡ് ഗ്രീറ്റ് നടന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ
ഞെട്ടലുണ്ടാക്കുന്നതാണ്. ബ്രോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോ എന്നുള്ള ഒരു ആകാംക്ഷയോട് കൂടിയിട്ടാണ് എല്ലാവരും ഇത് നോക്കിക്കാണുന്നത്. നിങ്ങൾക്കും ഈ ബ്രോക്കിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് കേട്ടതിന് ശേഷം ഒരു ഞെട്ടൽ അല്ലെങ്കിൽ ഒരു ആകാംക്ഷ, ബ്രോക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സർപ്രൈസ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.